ചൂടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് കൊച്ചിന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവുക. അവൻ നേരത്തെ ഏത് സ്കൂളാണോ ആ സ്കൂളിലാണ് ഞങ്ങൾ ഇപ്പോഴും ചേർക്കാൻ പോണത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതാ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നല്ലൊരു ടോപ്പ് എടുത്തു. പക്ഷേ എനിക്ക് എൻ്റെ നെക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്യിക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോയാലോ. പറഞ്ഞോ. സാനിഗമ അല്ലടാ, സാരിഗമ, നോട്ട് സാനിഗമ. അപ്പോൾ നമ്മൾ ഫോട്ടോ കോപ്പി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റും പിന്നെ ആധാർ കാർഡ് ഇതാണ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഒന്നും കൂടെ സെറ്റാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇതിപ്പം ഈ 2 വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബാങ്കിൽ പോകണം, ബാങ്കിൽ കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ പോണത് സ്കൂളിലാണ്. ഇന്ന് നമ്മൾ സ്കൂളിൽ പോകും അല്ലേ? സ്കൂളിൽ പോയി അവിടെ ഇരുന്നോടില്ലേ? കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല. ഇന്ന് രാവിലെ സ്കൂളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിത്തമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് പിള്ളേരെ പടമൊക്കെ വരച്ചു വെച്ചേക്കുവാണ്. ഉണ്ടാ പേപ്പർ കൊണ്ടുവന്നില്ല. ഇനി മോൻ എത്രാം ക്ലാസ്സിലാ? 1ാം ക്ലാസ്സിൽ. ഓ ചേട്ടനായില്ലേ? ഇനി എല്ലാരും പിടിച്ചിടിക്കോ? ഇവിടെ എങ്ങനെയാണെന്നറിയോ, വീട്ടില് വന്ന് പറയും ഞാൻ ഇടി ഇങ്ങോട്ട് വാങ്ങും. ഓരോ തവണയും ഇടി വാങ്ങിക്കുമ്പോ ഇടി ഞാൻ കറിഞ്ഞോണ്ടാവും വരുവേ. എന്നാ അവൻ ഞോണ്ടി ഇടിച്ച് പിച്ചി മാന്തി. എന്നാ പറഞ്ഞ ടീച്ചറോട് പറഞ്ഞ അവൻ പറയാ അവർക്ക് വിഷമാവൂലേന്ന്. അവന് വേദന എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോയി ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കൊടുത്തു. അതിന്റെ കൂടുതൽ റേഷൻ കാർഡിന്റെ കോപ്പിയും കൂടി വേണമെന്ന് പറഞ്ഞു. അത് സ്കൂള് തുറക്കുമ്പോ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കൊച്ചിനെ ചേർത്തിട്ട് വന്നേക്കുവാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകണമെന്ന് വെച്ചാൽ ജോയിന്റ് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെയും കൊച്ചിന്റെ പേരിലാണ് ജോയിന്റ് അക്കൗണ്ട് ചേരുന്നത്. അതിന് ഫോട്ടോ എടുക്കാൻ പോവാട്ടോ. ആ കാണാൻ ബിൽഡിങ്ങില് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുമോ? അവിടെ കയറി ഇനി ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് നേരെ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയിട്ട് നേരെ പറവൂർക്ക് വരയ്ക്ക് പോകണം അല്ലേ? പറവൂർക്ക് വരയ്ക്ക് പോകണം. ആ ഉടുപ്പൊന്ന് റെഡിയാക്കണം. പിന്നെ അതിനുശേഷം നേരെ അങ്കമാലിക്ക് പോകണം. അങ്കമാലിക്ക് പോണത് ഒരു വാക്കത്തി വാങ്ങണം. ഇന്നൊരു നമുക്കൊരു ടൂർ ആയിക്കോട്ടെ അല്ലേ? ഏതാണ്ട് ഒരു ടൂറാണ്. അപ്പൊ ഇന്നിപ്പോ നട്ടുച്ചയാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ കണ്ട ഊരാത്ത വേറൊന്നല്ല, ഇതിപ്പോ കന്നഡ വയ്ക്കാത്ത ഇവൾക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ചൂടാണ്, ഹെവി ചൂടാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് എന്താ പറയാ, കണ്ണിന് ഒരു ആശ്വാസമില്ല. എനിക്കാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഈ ചൂടടിക്കുമ്പോൾ കണ്ണങ്ങട് ഇറുകി വരുന്നു, ഭയങ്കരമായിട്ട് തൂങ്ങി വരുന്നു, ഉറക്കം വരണ പോലെ. ഇത് ഉറക്കമല്ല, പക്ഷെ കാണാൻ പറ്റാത്തൊരവസ്ഥ, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഇത് ശരിക്കും കണ്ണ് തുറന്ന് കാണാം. ഇന്ന് സത്യം പറഞ്ഞ ഓട്ടമായിരുന്നു. വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുന്നില്ല. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് എടുത്തു അല്ലേ? ഇച്ചിരി എടുത്തുള്ളൂ. ഇപ്പൊ ഭയങ്കര ഒരു വെട്ടക്കുറവെന്ന് വെച്ചാൽ ഞങ്ങള് ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പിന്നെയും വന്നിട്ടോ. കുറച്ച് നേരം ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. നല്ല ചൂട്. കുട്ടി പറഞ്ഞു പാർക്കിൽ പോണെന്ന് പറഞ്ഞു. അവനിപ്പോ അവധിയൊക്കെ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഒന്ന് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അവന് എക്സാം ഒക്കെ കഴിഞ്ഞു, വെക്കേഷനാണ്. അപ്പം ഇവിടെ കൊണ്ടുവരാന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞങ്ങള് കുറച്ച് പർച്ചേസിംഗ് നടത്തി. നമ്മള് ആദ്യം പോയത് ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഷെർവിൻ്റെയും സിനോബിയുടെയും ഫോട്ടോ എടുത്തതിൻ്റെ സെക്ഷൻ ആ ഒരു വീഡിയോസൊക്കെ ഞാൻ കുറച്ച് ഇട്ടേക്കാം കേട്ടോ. ഫോട്ടോ എടുക്കാൻ ചെന്നതിനുമ്പോൾ ഉള്ള കോമഡി എന്ന് വെച്ചാൽ അവിടെ ചെന്നതിനുമ്പോൾ ആ കട അടച്ചിട്ടേക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ഓണർ പുറത്ത് അയാള് സ്റ്റുഡിയോയുടെ താക്കോലെടുക്കാൻ വിട്ടുപോയി. ഉച്ചയ്ക്ക് ചോറിനാൻ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി താക്കോലെടുക്കാൻ വിട്ടുപോയി. പിന്നെ രണ്ടാമത് പോയിട്ട് അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് രണ്ടാമത് പോയിട്ട് പുള്ളി താക്കോലെടുത്തുകൊണ്ട് വന്ന് ഓപ്പണാക്കി ഇട്ടൊക്കെയാണ് നമ്മളകത്ത് കയറിയത്. പിന്നെ ഷെർവിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര
എന്താ പറയുക ഭയങ്കര ആകാംക്ഷ, ഇതെന്താ സംഭവം എന്നൊക്കെ കാണാനൊക്കെ ഉള്ളൊരു ഭയങ്കര ആകാംക്ഷ. നമ്മളെത്ര വിളിച്ചിട്ടും ഇല്ല, ആ ചേട്ടൊന്നും പറഞ്ഞില്ല. ശരി. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ബാങ്കിൽ പോയത്. പക്ഷെ ആ ബാങ്കിലെ ആ ഒരു എക്സിക്യൂട്ടീവ്, അതായത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന ആ ഒരു ചേച്ചിയാണ് അർച്ചന എന്ന് പറയുന്ന ആ ഒരു ലേഡി. വളരെ നല്ല എന്താ പറയുക ജെന്റിലായിട്ടാണ് പെരുമാറ്റുക. സാധാരണ സ്റ്റേറ്റ് ബാങ്കിലേക്ക് ആളുകൾ അങ്ങനെ ആവാറില്ല. പക്ഷെ ഇത് തന്നെ ഈ ഒരു ബ്രാഞ്ചിലെ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലൊരു കോപ്പറേറ്റീവാണ്. നമ്മൾ പിന്നെ ബാങ്കിലായതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഷെർവിൻ്റെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാവേ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അരമണിക്കൂറിന് ശേഷമാണ് നമുക്ക് പാസ്ബുക്ക് കിട്ടുക. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ പോയത് പുതിയ അക്കൗണ്ട്. ഇത് തുറന്നു കാണിക്കുന്നില്ല, പുതിയ അക്കൗണ്ട്. ഫോട്ടോ ഉണ്ട് അതിൽ? ഫോട്ടോ ഉണ്ട്. ഇത് ഫോട്ടോ ഇല്ല, ഇത് വേറെ അക്കൗണ്ടാണ്. ഇത് ഹസ്ബൻഡ് ആണ് അക്കൗണ്ട്. ഇതാണ് പുതിയ അക്കൗണ്ട്. പുതിയ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവനെന്തേ ഷെർവിനെന്തേ അവിടെ ഉണ്ട് അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അക്കൗണ്ട് എന്ന് പറയുന്നത് ഷെർവിന്റെ പേര് അല്ല, ഷെർവിന്റെ ഫോട്ടോ ഉൾപ്പെടുന്ന സംഭവം. ഓക്കെ ശരി. പിന്നെ അതല്ല 100 രൂപ കൊടുത്താൽ മതി. വലിയ റോളൊന്നുമില്ലേ ഈ ഒരു അക്കൗണ്ടിന്? വലിയ റോളൊന്നും വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എടുത്തത്. സ്കോളർഷിപ്പ്, സംസ്കൃതത്തിന്റെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇഷ്ടമാണെങ്കിൽ അവനെ ചെയ്യട്ടെ, നിങ്ങളൊന്നും പറയില്ല. അങ്ങനെ അപ്പോൾ അതെടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾ ആലോചിക്കുന്ന ചെറിയ എമൗണ്ട് ഇങ്ങനെ നമ്മൾ കുട്ടിയുടെ പേരിലൂടെ സേവിങ്സിൻ്റെ ആ ഒരു രീതിയിൽ ഇടാലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയത്. പിന്നെ കുഞ്ഞ് എമൗണ്ട് വേണമെങ്കിൽ ഇടാം. അത് തന്നെ. ഇപ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിപേയിൽ ഈ ഒരു അക്കൗണ്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും എത്ര ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പതുക്കെ കുട്ടികളുടെ അക്കൗണ്ട് വിഡ്രോവൽ ഇല്ല അല്ലേ? വിഡ്രോവലുണ്ട്. വിഡ്രോവൽ എന്ന് വെച്ചാൽ വിഡ്രോവൽ സ്ലിപ്പ്. ഇതിന് ATM ഇല്ല, പിന്നെ ചെക്ക് ഇല്ല, ഇങ്ങനെ 2 സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഇനി ഇപ്പം അഥവാ നമുക്ക് കൊച്ചിൻ സ്കോളർഷിപ്പിന് ക്യാഷ് വരുവാണെങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ വിഡ്രോവൽ സ്ലിപ്പ് ഉണ്ട്. അതുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ക്യാഷ് എത്ര രൂപ നമ്മൾ പിൻവലിക്കുന്നതിന് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ക്യാഷ് നമുക്ക് തരും. അതൊരു നല്ലൊരു ചോയ്സാണ്. കാരണം സേവിങ്സിന് അതൊരു നല്ലൊരു ചോയ്സാണ്. കാരണം ATM-ഉം പിന്നെ ഈ ഒരു ചെക്ക് ലീഫൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്ന് പെട്ടെന്ന് ആലോചിക്കാം ക്യാഷ് എടുക്കാം എന്നായിക്കടക്കും. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുന്ന ക്യാഷ് ഒന്നും അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ എടുക്കില്ല എന്നാണ് ഞങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവനൊരു 18 വേണ്ട ഒരു 21 വയസ്സാകുമ്പോഴേക്കും അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചെറിയൊരു എമൗണ്ട് അവൻ്റെ അക്കൗണ്ടിലോട്ട് പതുക്കെ ഇട്ട് വയ്ക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാൻ. കാരണം വെച്ചാൽ അവൻ ആ ഒരു സമയമാകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അവൻ്റെ ഒരാവശ്യത്തിന് എടുക്കാവുന്ന ചെറിയൊരു എമൗണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബ്ലൂ ബെൽസിലല്ലേ? ബ്ലൂ ബെൽസിൽ അത് എന്താ പറയുക, ഞാൻ മിക്കവാറും അവിടെ ചുരിദാർ തയ്ക്കാനും എല്ലാം കൊടുക്കണം. അടിപൊളിയായിട്ട് നമ്മൾ അതിന്റെ വീഡിയോ അങ്ങനെ എടുത്തില്ല, കാരണം അതിനകത്തൊരു ലേഡി ഒക്കെ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതെങ്ങനെ ഈ കട കണ്ടുപിടിച്ചത് ഒരു ദിവസം ചുരിദാറിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് എവിടെ കൊടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ. അതും സൺഡേ ആയിരുന്നു. സൺഡേക്ക് കടയൊന്നും തുറക്കൂലല്ലോ. ഇങ്ങനെ തിരക്കി പോയപ്പോഴാണ് ഈ കട മാത്രം ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ആയിട്ടൊരു 2 വർഷത്തിനുള്ളതല്ലേ? 2 വർഷമല്ല, ഇപ്പൊ കൊച്ചിന് 6 വയസ്സായില്ലേ? കുട്ടീൻ്റെ മുമ്പേ ആണല്ലോ, സോറി. 8 വർഷമായി. അപ്പോൾ 8 വർഷമായി, ഏകദേശം 8 വർഷം മുമ്പുള്ള ഒരു ബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ബ്ലൂ ബെൽസിൽ പോയി അത് കൊടുത്തു. പിന്നെ നേരെ പോയത് വാക്കത്തി വാങ്ങാനായിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 5 വർഷമായിട്ടുള്ളൂ ഈ പറഞ്ഞ വാക്കത്തി ഇല്ലാണ്ടായിട്ട്. ബ്രോ ഓക്കെ, ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പഴംപൊരി വേണം, ദാൽവട വേണ്ട, പഴംപൊരി ഒരു 3 എണ്ണം, പിന്നെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റും വെച്ചു. ഓക്കെ അല്ലേ? താങ്ക് യു. നമ്മുടെ ഇവിടുത്തെ ചേട്ടനാട്ടോ. നമ്മളിപ്പോൾ പഴംപൊരി പിന്നെ ഈ ചായ വിത്തൗട്ട് ആട്ടോ. നേരത്തെ അതായത് ഈ വിത്തൗട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലതാട്ടോ. ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ അല്ലേ മധുരം കുറക്കണം, നല്ലതാണ്. വീട്ടിൽ ഏതാണ്ട് 5 വർഷമായിട്ടുള്ളൂ ഈ പറഞ്ഞ വാക്കത്തി ഇല്ലാണ്ടായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചാണ്. പിന്നെ
പാനിപ്പൂരി അല്ല പഴംപൊരി. ഓക്കെ, താങ്ക് യു. അടിപൊളി കേട്ടോ, നല്ല എനിക്കിങ്ങനെ ഇഷ്ടമുള്ള നല്ല തിന്നായിട്ടുള്ളത്, കട്ടി വെച്ചത് ഇഷ്ടമല്ല. ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വാക്കത്ത് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എന്ത് വെച്ചാൽ വാക്കത്ത് ഇല്ലായിരുന്നു. എന്തെങ്കിലും മുറിക്കണമെന്നുണ്ടെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ പിടി പോയ ആരുടെയോ അത് എവിടെ നിന്നോ കിടന്ന് കിട്ടിയ സാധനമുള്ളത്. അല്ല അപ്പോൾ അങ്ങനെ ഒരു പിടിയില്ലാത്തൊരു കത്തിയൊക്കെ വെച്ചാണ് ഈ തേങ്ങ പൊതിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ നാളായി നമുക്ക് വാക്കത്ത് വേണം. അപ്പോൾ എന്ത് ചോദിച്ചാൽ എൻ്റെ ഒരു പഴയ ഓർമ്മയിൽ അങ്കമാലിയിൽ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്നാണ് നമ്മൾ ഇത്തവണ വാക്കത്തി വാങ്ങിച്ചത്. വാക്കത്തി ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. ശരിയാ. അതുകൊണ്ട് ഇതിപ്പോൾ റേറ്റ് ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ അല്ലല്ല, വാക്കത്തിലും ഒറ്റ കാര്യം ചെയ്യാം, ഇപ്പോൾ വെച്ച് പുറത്തെടുക്കണ്ട. അപ്പോൾ വാക്കത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഈ വാക്കത്തിലൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമുക്കത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. 500 രൂപ കേട്ടോ ഒരെണ്ണത്തിന്, ഒറ്റ വാക്കത്തേക്ക്. പ്രത്യേകിച്ച് ഈ വാക്കത്തിൽ പ്രത്യേകത, ഈ പറഞ്ഞൊരു കട ഞാൻ ഓർത്ത് വയ്ക്കുക. അതായത് അങ്കമാലി മെട്രോയുടെ അടുത്ത മെട്രോ പ്ലാസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഈ പറയുന്ന കട എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ, അതായത് എനിക്ക് 6-7 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് അറിയാവുന്ന കടയാണ്. കാരണം എൻ്റെ അപ്പനും അമ്മയ്ക്ക് അവിടെ നിന്ന് മാത്രമേ വാക്കത്തി അരിവളക്ക് വാങ്ങുള്ളൂ. കാരണമുണ്ട്. ഇതിൽ ഈ വാക്കത്തി ഉണ്ടാക്കുന്നത് ഇപ്പോൾ വണ്ടിയുടെ പ്ലേറ്റ് എന്ന് പറയും, അതായത് ആക്സിൽ പ്ലേറ്റ് ഉണ്ട്, ആ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പറയുന്ന വാക്കത്തി. അതായത് പച്ചിരുമ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും സാധനത്തിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ അത് ഒറ്റടിക്ക് ഒടിഞ്ഞു അല്ലെങ്കിൽ പൊട്ടി വീഴും. എന്നത് ഇത്തരത്തിലുള്ള ഈ പച്ചിരുമ്പല്ലാത്ത, അതായത് കൊല്ലം പണിതെടുത്ത നല്ല സാധനങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര വെട്ടിയാലും നമ്മുടെ വാക്കത്തേക്ക് യാതൊരു വിഷയം വരില്ല. അതിൻ്റെ മൂല ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ ചളുങ്ങി അങ്ങനെ പോകുന്നില്ല, നല്ല മൂർച്ചയായിരിക്കും. ഇത് ഇന്ന് വാങ്ങിച്ച വാക്കത്തി എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും വെട്ടാം. മരം വെട്ടാം, തേങ്ങ പൊതിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല കട്ടി എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള നല്ലൊരു വാക്കത്തി. പിന്നെ ഞങ്ങളൊരു കത്തി വാങ്ങിച്ചു. ഈ പറഞ്ഞ കത്തിയും ആക്സിഡന്റ് അല്ലല്ല, അത് എത്ര രൂപ വിലയാണ്? സോറി, അതായത് എനിക്ക് അത് ഞാനൊരു 60 രൂപയുടെ കത്തി എടുത്തിട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഭയം കട്ടിയില്ല, നമ്മളെന്തെങ്കിലും അരിഞ്ഞ് ചെയ്യുമ്പോൾ ഒടിഞ്ഞു ഒരു കാര്യം. പിന്നെ അതിന് ശേഷം അവിടെ ഒരു 200 സംതിങ് അല്ലേ, 250 അങ്ങനെയാണ്. അവരൊരു കത്തി എടുത്തു, അത് അടിപൊളി കേട്ടോ. അത് നമുക്ക് ഇറച്ചിയൊക്കെ വെട്ടാവുന്ന വെയിറ്റുള്ള കത്തിയ, എന്നാൽ വെയിറ്റുള്ള കട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾ കുറച്ച് നാളെ ആലോചിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മിക്കതും അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളാണ് മിക്കതുള്ളത്. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, അലൂമിനിയം മാറ്റാം, മണ്ണ് പിന്നെ ഇരുമ്പ് ഇത്തരത്തിലുള്ള പാത്രങ്ങളിലോട്ട് പൂർണ്ണമായിട്ടും മാറണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കത്തി വാങ്ങാൻ ചെന്ന കടയിൽ അവിടെ ഈ ദോശയും ചപ്പാത്തിയൊക്കെ ചൂടാൻ പറ്റുന്ന അടിപൊളി ഒരു പാത്രം. അതിൽ നമ്മൾ അപ്പമൊക്കെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെണ്ണ ഒഴിച്ചിട്ട് ആ ഒഴിച്ച് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ആ പാത്രത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചട്ടിക്കെന്ന് പറഞ്ഞാൽ 240 രൂപയാണ് വില വരുന്നത്. ബ്രെഡ് ഓംലെറ്റ് ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. ഞങ്ങളെ ഇവിടെ വാങ്ങിച്ചോണ്ട് വന്ന പഴംപൊരി തിന്നു. അപ്പൊ പറഞ്ഞു എനിക്കില്ലേ ഹാന്നും പറഞ്ഞു. ഷെർവി ഇങ്ങോട്ട് നോക്കിയേ, എവിടെയായിരുന്നു? ഇങ്ങോട്ട് വാ. ഇപ്പൊ എവിടെയായിരുന്നു? ഇപ്പറവാ. പഴംപൊരിയൊക്കെ അപ്പയും അമ്മയും തിന്നു. ഇപ്പൊ എന്ത് ചെയ്യും? അപ്പ കൂടുതൽ തിന്നെ. അപ്പം അങ്ങനെ വാക്കത്തി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്തത് നേരെ ഇങ്ങോട്ട് പോരാണ് ചെയ്തത്. നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് രാവിലെ മുതൽ വെള്ളം കുടിക്കാതിരിക്കുന്ന കേട്ടോ. അയ്യോ, അത് കണ്ട് കരിക്ക് വാങ്ങിച്ചു കുടിച്ചു. അതിലെ ഇപ്പൊ ചൂട് കൂടുമ്പോ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് യാത്രയാണ്, ഏറ്റവും കൂടുതൽ ചായയും കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു, യൂറിൻ പോകില്ല. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മിക്ക ദിവസവും നമ്മൾ കരിക്ക് കുടിക്കുന്നില്ലേ? അതെ, പറ്റാണ്ടായി. കാരണം വെച്ചാൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേ ഭയങ്കരമായിട്ട്. പിന്നെ കരിക്ക് കുടിക്കുമ്പോൾ ഒരു എനർജിയാണ് നമുക്ക്, ഒരു പെട്ടെന്നൊരു എനർജി വരും, ഒരു എന്താ പറയുക ബൂസ്റ്റ് പോലെയാണ്. ശരീരം പെട്ടെന്ന് തണുക്കും. ഇപ്പം ഭയങ്കര ചൂടല്ലേ? അതെ. അത് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ അതിൻ്റെ ആ തേങ്ങ കൂടെ കഴിച്ച് കഴിയുമ്പോൾ വയറ് നിറഞ്ഞു. പിന്നെ മറ്റൊന്ന് കുറേ സമയത്തേക്ക് കഴിക്കണ്ട. തവണ കുടിച്ച ആ ഒരു കരിക്കിലാണെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണേ വീട്ടിൽ കുറച്ച് ഇറച്ചിക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ രാത്രി കഴിക്കാനുള്ള ആ ഇറച്ചിക്കറിയിലോട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ അങ്ങനെ
തേങ്ങയാണോ തേങ്ങയല്ല എന്നാൽ കരിക്കാണോ കരിക്കല്ല ആ ഒരു പരുവത്തിൽ നിൽക്കണേ അല്ലേ? മീഡിയം ലെവൽ അല്ലേ? ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഇറച്ചിയും കൂർക്കാൻ പറ്റുന്നുണ്ട്, അതായത് പ്രത്യേകിച്ച് പോർക്കും കൂർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് ഒരല്പം ഒന്ന് കഴിക്കാൻ എന്തായാലും അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഷെർവേൻ അവിടെ ഒരു മരമുണ്ട്, അതിപ്പോ ബാഗില് കാണാലോ, അവിടെ കാണാൻ പറ്റും. അവനാണെങ്കിൽ ആ മരത്തെ പിടച്ച് കയറാനുള്ള ഒരു ഭാവമാണ്. ഒരു സംഭവം ഉണ്ടായി, അതായത് ഇപ്പൊ ഈ മരത്തെ കയറിയപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തത്. ഒരു ദിവസേ അച്ഛൻ വീട്ടിലില്ല, ഞാനും അവനും മാത്രമേ ഉള്ളൂ. അല്ല, അച്ഛൻ വീട്ടിലുണ്ടായിരുന്നല്ലേ? ഞാൻ എഡിറ്റിങ്ങിന്റെ ആ ഒരു തിരക്കിലായിരുന്നു. അപ്പൊ ഞാന് ഇവനിങ്ങനെ പുറത്തിറങ്ങി കളിക്കട്ടു, ഇഷ്ടം പോലെ ഓട്ടമായിരിക്കും. ഇവന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മിണ്ടുന്നില്ല. എന്താണെന്നറിയാൻ വേണ്ടി പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ല, ഈ ഇവിടെ ഉറുമാമ്പഴം ഇല്ലേ, ഉറുമാമ്പഴത്തിൻ്റെ മരത്തെ കയറി ഏറ്റവും മണ്ടേ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, എങ്ങനെ കയറിയെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് പറയും എന്നെ ഇറക്കുന്നു പറഞ്ഞു. ഞാൻ പിന്നെ അന്ന് ആ സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടായിരുന്നു, കൊച്ചു താഴെ വീണേനെ. മേളിൽ നിന്ന് പതുക്കെ എങ്ങനെ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഇറങ്ങേണ്ടത് പതുക്കെ പറഞ്ഞു കൊടുത്ത് ഇറക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്തെന്ന് ചോദിച്ചാല് ഇവ ഊർന്നിറങ്ങിയപ്പോ ഇവിടെ മൂക്കിച്ച പൊട്ടി. പിന്നെ പിറ്റേ ദിവസം ക്ലാസ് ചെന്നപ്പോ ചോദിച്ചു, ഷെർവിന്റെ മൂക്കിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഷെർവിൻ പറഞ്ഞു, ഞാൻ മരത്തെ കയറുതാന്ന് പറഞ്ഞു. ടീച്ചർ വിശ്വസിച്ചില്ല. ടീച്ചർ വിശ്വസിക്കാത്തതിന്റെ കാരണം അവൻ അവിടെ ചെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത പോലെയാണ് ആള്. അതായത് പിന്നെ അനങ്ങൂല, പിന്നെ അങ്ങനെ ചാട്ടോ ഓട്ടോ ഒന്നുമില്ല, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ആളുടെ ഭാവം മാറും. ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര വികൃതിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നിന്ന് ഞങ്ങള് ഇവനെ ചേർക്കാൻ ചെന്നപ്പോ എച്ചമ്മ ടീച്ചർ പറഞ്ഞു, അവന്റെ ഭാഷയല്ലേ അവന്റെ എച്ചമ്മ ടീച്ചർ, അവനിങ്ങനെ പറഞ്ഞു എച്ചമ്മ ടീച്ചർ. അപ്പൊ എച്ചമ്മ പറഞ്ഞത് ഇപ്പൊ ഷെർവിൻ ആക്റ്റീവായെന്ന് പറഞ്ഞു. അതായത് ആള് ഭയങ്കര എവിടെയെങ്കിലും പോയിരിക്കും, ആരോടും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കൂല, ഉള്ള ഇടി മൊത്തം വാങ്ങിച്ചു കിട്ടും. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു കൊച്ചു പറഞ്ഞിട്ട് മോനെ കണ്ടില്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞേ, ഷെർവിൻ കൂട്ടനെ നോക്കി നിച്ചു പറഞ്ഞു ഞാന്, എന്തിനാ പറയാ പുറ വഴി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ ഒരു പാർക്കിൽ വന്നേക്കാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിന്, ചെങ്ങമനാട് പഞ്ചായത്തിന്റെ പാർക്കാട്ടോ. നല്ല ഭംഗിയുള്ള പാർക്കാണ്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ കുറച്ച് കുറച്ച് ധൃതി പിടിച്ചുള്ള ഓട്ടത്തില് നമുക്ക് പറ്റുന്ന രീതിയിൽ എടുത്ത വീഡിയോ ആട്ടോ. വലിയ സംഭവമൊന്നുമല്ല, അത്ര വലിയ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. ആ പയ്യൻ ബ്രെഡ് ഓംലെറ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കൈവക്കി കാണിക്കുന്നുണ്ട്. ഓ താങ്ക് യു. ദോ ചായ ഭി വിത്തൗട്ട് ദോ ചായ. ओके सर, ओके थैंक यू, वेलकम सर, मैं भी फेमस हो जाऊंगा ना? ഓ ഓഫ് കോഴ്സ്, വൈ നോട്ട്. നമ്മളിപ്പോൾ സന്ധ്യയായി, നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇപ്പോൾ താഴോട്ട് പോയി. ഇനിയിപ്പോൾ വെട്ടമില്ല. മഴ ഏതാണ്ട് ഒരു 1-2 ദിവസങ്ങളുണ്ടാവും, കാരണം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കാർമേഘമുണ്ട്. ഇന്നും നന്നായിട്ട് കാർമേഘമുണ്ട്. ചിലപ്പോൾ വിഷുവിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നല്ല മഴയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ പറഞ്ഞേ, ടാറ്റാ.